ഇന്നത്തെ എപ്പിസോഡിൽ നയന മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ അനി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അനി നയനേനെ കാണുമ്പോൾ തന്നെ ഇന്ന് ഏടത്തിയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരിക ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛൻ എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ നന്ദു ഉണ്ടാവും എന്ന് പറയട്ടോ. ആ നന്ദു വരൂലേ, നന്ദുവിന് വയ്യാതായിട്ട് എനിക്കൊന്നും വിളിച്ചന്വേഷിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ എപ്പോൾ വിളിച്ചാലും ഏടത്തിയുടെ അമ്മയെ എടുത്തിരുന്നത് എന്നൊക്കെ പറയും. എന്തിനാ നീ അവളെ വിളിക്കാൻ നിൽക്കണേ, അവളെ വിളിക്കുന്നത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇനി നീ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടോ. അത് കഴിഞ്ഞിട്ട് നയനെ വേഗം ചെന്നിട്ട് ദേവയാനിയോട് പറയാണ്, ഇങ്ങനെ അനിയോട് ഞാൻ ആ നന്ദു വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അനിയുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ്, എനിക്കെന്തോ പേടിയാവുന്നുണ്ട് അമ്മയെ പറയും. അപ്പോൾ നീ എന്തായാലും നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, അനിയനെ ഞാൻ ഉപദേശിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയട്ടോ. അതിന് ശേഷം നമ്മുടെ നവ്യ നയനും കൂടി എല്ലാവരും നവ്യനെ ഒരുക്കിയിട്ട് അടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശിയുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ കുറച്ച് നവ്യയ്ക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ജലജ പറയും, ഇവള് പഠിക്ക് വരുമ്പോൾ ഒരു കാവാവൻ്റെ സ്വർണ്ണം പോലെ അവളുടെ ദേഹത്തുണ്ടായിരുന്നില്ല, ഇപ്പോൾ സ്വർണ്ണത്തിൽ മുങ്ങിയിട്ടല്ല അവൾ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശൻ പറയും, ഇവിടെ നിന്നൊരു പെൺകുട്ടി പോകണമെങ്കിൽ അങ്ങനെ തന്നെയാണ് പോകേണ്ടത്, അല്ലാണ്ട് സ്വർണ്ണം കെട്ടിപ്പൂട്ടി വെക്കാനല്ല എന്നൊക്കെ തന്നെ പറയട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.